അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഹെലികോപ്റ്റർ നമ്മൾ പറത്തുക എന്നുള്ളതാണ്. അപ്പോൾ പറത്തുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ നമ്മൾ പണ്ട് മേടിച്ചിട്ടുള്ള സാധനമാണ്. ഒരു 3-4 കൊല്ലം മുമ്പ് അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ. WL ടോയ്സിൻ്റെ തന്നെ ഒരു ഹെലികോപ്റ്ററാണ്. അതുപോലെ തന്നെ ഇതിനൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കാര്യം ഇത് വീടിൻ്റെ അകത്ത് ഇങ്ങനെ പറത്തു വരണം, കോച്ചിനെ കളിപ്പിക്കാൻ വേണ്ടി പറത്തിക്കൊണ്ടിരുന്ന സാധനമാണിത്. അതുപോലെ ഇങ്ങനെ പറത്തിക്കൊണ്ട് പെട്ടെന്ന് പോയി ക്രാഷ് ചെയ്ത് ഈ ഒരു പൊക്കത്തെ റോട്ടർ കറങ്ങുന്നുണ്ടായില്ല. അപ്പോൾ അത് നമ്മൾ ശരിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ശരിയാക്കി സാധനം കിട്ടി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പൊക്കത്ത് ഇത് കറക്കാൻ വേണ്ടി 2 മോട്ടറാണുള്ളത്. പൊക്കത്ത് ഇത് കറക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടർ അടിച്ചു പോയായിരുന്നു. അപ്പോൾ ആ മോട്ടർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്കൊന്ന് പറത്തി നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തത് എറണാകുളത്ത് തന്നെയാണ്. നമ്മുടെ ഈ ഒരു ടോയ് കാറും അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും തന്നെ റെഡിയാക്കുന്ന ഒരു പുള്ളി ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഇട്ടേക്കാം. പുള്ളിയുടെയിലാണ് കൊടുത്തത്. പുള്ളി ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളടുത്ത് പറഞ്ഞു സംഭവം റെഡി ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിനെ കൊണ്ട് കാണിക്കാം. പുള്ളി പറയും നന്നാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പുള്ളി പറയും, ഇല്ലാന്നുണ്ടെങ്കിൽ പുള്ളി നമ്മുടെ അടുത്ത് മുഖത്ത് നോക്കി തന്നെയുള്ള കാര്യം പറയും. അപ്പോൾ അതെന്തായാലും പോട്ടെ. നമുക്കിപ്പോൾ എന്തായാലും ഇതൊന്ന് പറത്തി നോക്കാം. ഞാനിപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. എന്തായാലും ഫുൾ ചാർജ് ഞാൻ ചെയ്യുന്നില്ല. എന്നാൽ പോലും നമുക്ക് ഒന്ന് ചാർജ് ചെയ്തിട്ട് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ റിമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജോയ്സ്റ്റിക്ക് മോഡലൊക്കെ പോലത്തെ ഒരു റിമോട്ടാണ്. 6 ബാറ്ററി വേണം ഇതിന്. അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ആയിട്ട് നമ്മുടെ ഈ ഒരു റിമോട്ടിലുള്ള ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെലികോപ്റ്റർ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ കേബിൾ കൊണ്ട് നടക്കണമെന്നില്ല. നമ്മുടെ ഈ ഒരു ബാറ്ററിയുടെ ചാർജ് തന്നെ എടുത്ത് അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഈ സൈഡിൽ കേബിൾ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഒരു കേബിൾ ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് വേണമെങ്കിൽ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചാർജ് ചെയ്തിട്ടതിന് ശേഷം നമുക്കൊന്ന് പറത്ത് നോക്കാം. നമ്മളിപ്പോൾ ഹെലികോപ്റ്റർ പറത്താൻ വേണ്ടി പോകുകയാണ്. നമുക്കപ്പോൾ എന്തായാലും ഹെലികോപ്റ്റർ ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ലൈറ്റുകൾ കാര്യങ്ങൾ കത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റിമോട്ട് ഓൺ ചെയ്യാം, ഇതാക്കുക. ബൈൻഡിങ് പ്രോസസ്സും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ പറക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പറത്തി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ പറത്തുമ്പോൾ തന്നെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഇതൊന്ന് നമ്മളൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലേക്കൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. ഏകദേശം ആ ഒരു ആട്ടം ഒരു പരിധി വരെ നമുക്ക് ഉറക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. എന്നാലൊരു ചെറിയൊരു കറക്കമുണ്ട്. ആ മോട്ടറിൻ്റെ RPM വ്യത്യാസമായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് അടുത്തേക്ക് കൊണ്ടുവരാം. പുറകിലേക്ക് നമ്മൾ എത്രയൊക്കെ നോക്കിയാലും കണ്ടോ ഇതുപോലെ ഇതാക്കുള്ളൂ. പക്ഷെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാമെങ്കിൽ സാധനം പിന്നെയും കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യും. ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. പറക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ പറക്കുന്നുണ്ട്. വേറെ ഇഷ്യൂസൊന്നുമില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട് വരാം. പക്ഷേ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് ട്രിമ്മൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് ട്രിം ഫംഗ്ഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ നമുക്ക് ട്രിമ്മ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറത്തിയൊക്കെ നോക്കാം. കുഴപ്പമൊന്നുമില്ല, സാധനം പറക്കുന്നുണ്ട്. സ്പീഡ് കുറവാണ് ഈ ഒരു ഹെലികോപ്റ്ററിന്. 2-3 സ്പീഡ് മോഡ് ഉണ്ട്. എന്നാൽ പോലും അത്ര സ്പീഡില്ല. നമ്മുടെ മറ്റേ ഹെലികോപ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ സ്പീഡ് കുറവാണ്. എന്നാലും ഇത് മതി. നമ്മുടെ നോർമൽ ഫ്ലൈയിങ്ങിനൊക്കെ ഇതൊക്കെ തന്നെ ധാരാളമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കൊന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഇത് പറന്ന് പൊങ്ങാനൊക്കെ ടൈം എടുക്കും. നിങ്ങൾക്കിപ്പോൾ കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. ത്രോട്ടിൽ നമ്മൾ അപ്പ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരമായിരുന്നു. ഇപ്പോൾ ഡൗൺ ചെയ്താലും അതെ ഇത് കാണാൻ വേണ്ടി പറ്റും. ഇതിലൊക്കെ ഫുള്ള് മാനുവലാണ് കൺട്രോൾസ്. നമ്മുടെ ത്രോട്ടിൽ നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുന്ന പോലെയാണ് സ്റ്റേബിൾ ആവുള്ളൂ. ഓക്കെ, എന്നാലും സാധനം പറക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ പറക്കുന്നുണ്ട്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഓടിച്ച് നോക്കാം. സ്പീഡ് എങ്ങനെയാണ് കൂട്ടുന്നതെന്നുള്ളതൊക്കെ ഞാൻ മറന്നു. എനിക്ക് ഇവിടുത്തെ ബട്ടണാണെന്ന് തോന്നണം. നോക്കട്ടെ കേട്ടോ. ഈ ബട്ടണാണെന്ന് തോന്നുന്നു. അത് തന്നെ ഈ ബട്ടണായിരുന്നു. ഒരു ഇത്തിരി കൂടെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പറത്തി പഠിക്കാനൊക്കെ പറ്റിയൊരു ഹെലികോപ്റ്റർ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിള്ളേർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഹെലികോപ്റ്റർ പറത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സിമ്പിളല്ല. ഇതുപോലത്തുള്ള ഹെലികോപ്റ്ററിൻ്റെ ഫങ്ഷൻസൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറത്താനും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലത്തെ ഹെലികോപ്റ്ററൊക്കെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നന്നാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ മോട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ആണെങ്കിലേ പറ്റുള്ളൂ. എന്തെങ്കിലും ഗിയറിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പോയതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും.
മിക്കതിൻ്റെ ഒപ്പം നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വല്ല മോഡൽ നമ്പർ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഹെലികോപ്റ്ററിൻ്റെയൊക്കെ ഒപ്പം വല്ല ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ. ചാർജ് തീരാറായെന്ന് തോന്നുന്നു. ഒരു ബാറ്ററിയുടെ ഒരു കംപ്ലൈൻറ്റ് കൂടെ ഉണ്ടായിരുന്നു ഈ ഹെലികോപ്റ്ററിന്. കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഫുള്ള് ഇതാക്കി വെച്ചിട്ടും കണ്ടോ ഹെലികോപ്റ്റർ ഇങ്ങനെ നിൽക്കണേണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാറ്ററി തീരാറായിട്ടുണ്ടെന്നാണ്. സാധനം പറക്കുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി ഏകദേശം ഒരു 3-4 മിനിറ്റൊക്കെ കിട്ടാറുണ്ടായുള്ളൂ നോർമലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ലാൻഡ് ചെയ്യിക്കാം അതിനെ പതുക്കെ. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ തന്നെ ഇതൊരു WL ഒരു ഹെലികോപ്റ്ററാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ പോലും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓർക്കുന്നില്ല. ഞാൻ വേണമെങ്കിൽ എന്തായാലും സ്ക്രീനിൽ ഇട്ടേക്കാം. ഈ പഴയ വീഡിയോ എടുത്ത് നോക്കേണ്ടി വരും. നല്ല സ്റ്റേബിളായിട്ടുള്ളൊരു ഹെലികോപ്റ്റർ തന്നെ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മോട്ടർ എന്തായാലും റെഡിയാക്കിയതുകൊണ്ട് വേറെ കംപ്ലയിൻറ്റുകൾ കാര്യങ്ങളൊന്നും കൂടുതൽ വന്നിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓബ്വിയസ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ RC ഹെലികോപ്റ്റർ ലവേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റീവ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.